വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, എനിക്കെന്താ ഗിഫ്റ്റ് തരുന്നേ? പിന്നെ ഡയറി മിൽക്ക് വാങ്ങിച്ചില്ലേ? അവന്റെ ഡയറി മിൽക്ക്, ഈ ഡയറി മിൽക്ക് ഒന്നും വേണ്ട. പിന്നെന്താ? നമ്മുടെ കാര്യം വീട്ടിൽ പറയാം. അത്രയുള്ള അത് ഉറച്ചു തന്നെ വിചാരിച്ചത്. ശരിക്കും ഒരു കൊച്ചിനെ കണ്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചു. നീ പോവാ, കണ്ടിട്ട് പോരാ. അങ്ങനെ പറ്റില്ല, എനിക്ക് കുറെ അംബിഷൻസ് ഒക്കെ ഇല്ലേ. ഞാൻ പറയും, നീ അതനുസരിച്ച്. ഓക്കെ എടാ നാളെ ഞാൻ ചതിക്കാതെ ഉദ്ദേശിച്ചത് നടക്കത്തില്ല. എടാ നീ ഓക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴുത്തി കത്തിച്ചപ്പോ ഞാൻ ഓക്കെ പറഞ്ഞതാ. നീ കല്യാണം മുടക്കി പറ്റും. അതിനെ മുടക്കാം. ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നീ അവരെ മുമ്പിൽ പോയി നിനക്ക് തിക്കുള്ള കല്യാണം പറയാം. മോനെ ഇതല്ലേ മോള് ഊക്കിയാ ഊക്കി. എന്താ മോന്റെ പേര്? അത് പേര് പറയുമ്പോ കളിയൊക്കെ ചെയ്യാ. അയ്യോ സോറി കേട്ടോ, എനിക്ക് അറിയണ്ടായിരുന്നില്ല. മോൻ വിൽക്കണ കാര്യം അറിയില്ല. ഓർമ്മ സാറില്ല. ആ ഇപ്പൊ എന്ത് സംസാരിക്കാനാ? മോളായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ അറിയില്ലേ? കുട്ടിക്ക് ഇഷ്ടമായി എനിക്കറിയാം. കാരണം ഇങ്ങനെ ഒരു രീതിക്കുള്ള ഒരാളെ ആർക്കും ഇഷ്ടാവില്ല. കുട്ടി കഴിഞ്ഞത് മാറിക്കോ. എനിക്ക് ഇങ്ങനെ ഇഷ്ടമായി. ഹലോ, എനിക്ക് ഓക്കെ കേട്ടോ. എന്തിന്? കല്യാണത്തിന്. അതെനിക്ക് വിക്കുണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടം. ചേട്ടന് വിൽക്കണ്ടേലും ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ചേട്ടൻ എല്ലാ കാര്യവും ശ്രമിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ചേട്ടൻ ഇഷ്ടം. എന്റെ മോനായതുകൊണ്ട് പറയില്ല കേട്ടോ. കടന്നിട്ട് പാലൂടായി പറയാം, ഒന്നും വിശ്വസിക്കണ്ട.